ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അതുമാത്രമല്ല 2024 ലാസ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഇതേ അമ്മ സദ്യത്തിൻ്റെ ഒരുക്കവും അമ്മാമ്മ പായസത്തിൻ്റെ ഒരുക്കവും ഒക്കെ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുളിച്ചു, ഫ്രഷായി, 2-3 ഷോർട്സൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. യുവി ഉറക്കമായിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ച് പകുതിയായപ്പോൾ തന്നെ യുവി വന്നു. പകുതിയായില്ല, തുടങ്ങിയപ്പോൾ തന്നെ യുവി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് സദ്യയിൽ കഴിച്ചായിരുന്നു. പിന്നെ ഇന്നത്തെ സദ്യ അടിപൊളിയായിരുന്നു. ജയദാമ്മയുടെ സദ്യ എല്ലാ കറികളും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യ തീർത്തും കഴിച്ചു, ഫുള്ള് കഴിച്ചായിരുന്നു. അങ്ങനെ ഏട്ടൻ എനിക്ക് വിഷ് ചെയ്തിട്ട് എനിക്ക് ആദ്യം തന്നിരുന്നു കേട്ടോ. പിന്നെ സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പരിപ്പ് കറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു, പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, സേമിയവും കടലപ്പായസവും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ സദ്യ നല്ല കിടിലമായിട്ട് കഴിച്ചായിരുന്നു. പായസം അമ്മാമ്മയാണ് വെച്ചത്, ബാക്കി ഫുള്ള് ചെയ്താമ്മയാണ് വെച്ചത്. ഫുഡൊക്കെ കഴിച്ചൊരു 3:30 ജസ്റ്റ് ഒന്ന് ഔട്ടിങ് ഞാനെല്ലാം കൂടെ അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് 2-3 സ്ഥലങ്ങളൊക്കെ പോയി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു കടയിൽ കയറി നമ്മൾ സിപ്പബില് അത് വാങ്ങിച്ചു കുടിച്ചു. മിൽമയുടെ സ്ട്രോബെറി ഫ്ലേവർ പണ്ട് സ്കൂളിൽ പോകുന്ന ടൈം എപ്പോഴും വാങ്ങുമായിരുന്നു. അതിനുശേഷം കുറേ ഇപ്പോഴത് ട്രൈ ചെയ്തു. അങ്ങനെ ഏട്ടനും ഞാനും കൂടെ അത് വാങ്ങി കഴിച്ചു. എന്നിട്ട് പിന്നെ 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. പിന്നെ ചിക്കനും കൂടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ രാത്രിത്തേക്ക്. അങ്ങനെ പിന്നെ കിച്ചണിൽ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് കിച്ചണിൽ ഇറങ്ങി. ഇതേ വീഡിയോ എടുക്കണ അമ്മയെ നോക്കി ചിരിക്കമ്മ എന്ന് പറഞ്ഞപ്പോഴാണ് ചിരിച്ചത്. ആദ്യം പറഞ്ഞ് എടുക്കല്ലേ എന്ന്. അങ്ങനെ പിന്നെ അതേ അമ്മ ഫുഡ് അത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പിളി നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് നേരെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിപ്പോൾ എത്തി. പിന്നെ അതേ കേക്ക് കട്ടിങ് ആയിരുന്നു. ഇത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് കാണാത്തവരെല്ലാവരും പോയി കാണേണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു, നല്ലപോലെ എൻജോയ് ചെയ്തു. ചേച്ചിയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പറായിരുന്നു. അങ്ങനെ എല്ലാവരും വെച്ച് നിന്നു, കേക്കൊക്കെ കട്ട് ചെയ്തു, കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേയും അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ വർഷം 2024 ഗുഡ് ബൈ പറയാൻ ടൈമായി. ഇനി പുതുവർഷം 2025 ആവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നൈറ്റ് ചിക്കനും ബിരിയാണിയൊക്കെ ആയിരുന്നു, അതും എല്ലാം കഴിച്ചു. അപ്പോൾ ഡിസംബർ 31 അടിച്ചു പൊളിച്ചു. ഒരു നല്ലൊരു ഡേ ആയിരുന്നു, ഒരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വർഷം കണ്ടാലോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ.